പാനൂർ മേഖലയിലും സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി നടന്നു. സ്കൂളുകളിൽ മാർച്ച് പാസ്റ്റ്, കലാപരിപാടികൾ എന്നിവ നടന്നു. പാനൂർ എസ് അക്കാദമിയിലും സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി നടന്നു. വയനാടിനൊപ്പം കണ്ണീർ തുടയ്ക്കുന്ന കൈകളായി മാറുക എന്ന മുദ്രാവാക്യമുയർത്തി പാനൂർ ബസ് സ്റ്റാൻഡിൽ എസ് അക്കാദമി വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. എസ് അക്കാദമി ചെയർമാൻ ബാലിയിൽ മുഹമ്മദ്, ജനറൽ സെക്രട്ടറി എം അബ്ദുറഹ്മാൻ, ഷഫീഖ് ബാലിയിൽ, എസ് പ്രിൻസിപ്പൽ നിവ്യ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ ഫാത്തിമ, സർവീസ് കോർഡിനേറ്റർ സുമയ്യ, പി സക്കരിയ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CRPF മഹിളാ കമാൻഡോ MK ജിൻസി പതാക ഉയർത്തി. എന്റെ ജോലിയാണെന്നുള്ളൊരു രീതി ഞാനിതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും അതൊരു പാഷനായിട്ട് എടുത്തിട്ടാണ്, അത്രയും അതിൽ ഇൻവോൾവ്ഡ് ആണ് എല്ലാവരും, ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അത് ഈ പാരൻസിന് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ സ്റ്റുഡൻറ് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ചേർത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഇവിടെ വന്നിരിക്കുന്ന പാരൻസിനോടാണ് പറയാനുള്ളത്. അപ്പോൾ ഇനിയും നല്ല നല്ല എന്താ പറയാ മുന്നേറ്റങ്ങളും നല്ല നല്ല പ്രോഗ്രാംസുകളും കണ്ടക്ട് ചെയ്തുകൊണ്ട് കുട്ടികളിൽ എന്താ പറയാ ഇതുപോലുള്ള പ്രാക്ടിക്കൽസ് നടത്തുമ്പോഴാണ് നോർമൽ നമ്മളൊരു ക്ലാസ് വാക്കുകൾ ചൊല്ലി കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നതിലുപരി ഇതുപോലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വയനാട് ദുരന്തത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നത്. മട്ടന്നൂർ കോളേജ് അധ്യാപകനും മുൻ NCC ഓഫീസറുമായ ഡോക്ടർ PV സുമിത്ത് ഉദ്ഘാടനം ചെയ്തു. അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എത്രമാത്രം പ്രധാനമാണ് എന്ന് നമ്മുടെ സഹജീവികളോടുള്ള കരുതയും അവരോടുള്ള നന്ദിയും അവരോട് നമ്മൾ കാണിക്കേണ്ട മമതയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം വരും നാളുകളിലേക്കും വരും തലമുറയിലേക്കും കൈമാറുന്നത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന മഹാരാജ്യം വരുന്ന 2047 ഏകദേശം 1947 നിന്നും 2047 100 വർഷം പൂർത്തിയാക്കുമ്പോൾ വികസിത ഭാരത് എന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും എന്ന് തന്നെയാണ്. അങ്ങനെ അത്ര ഉറച്ച വിശ്വാസത്തോടുകൂടി ദ്രൗപദി മുർമു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം
നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഒരു തരത്തിലും നിരാശാജനകമല്ല, മറിച്ച് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ടി കെ ഷാജിൽ സ്വാഗതം പറഞ്ഞു. പാനൂർ പ്രിൻസിപ്പൽ SI PG രാംജിത്ത്, കെ സുനിൽകുമാർ, GV രാകേഷ്, മുഹമ്മദ് അമാൻ, VK സനൽകുമാർ, ഭരതൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC വിദ്യാർത്ഥികളുടെ പ്രൗഢഗംഭീരമായ മാർച്ച് പാസ്റ്റും നടന്നു. Senior good, platoon commander, Sivarian. Senior good, Naikuna, platoon number 7, commander, Senior good. Senior good, Naikuna, platoon number 12, Senior South, commander, Arsha, platoon, South Junior, whatever. സംഗീത ക്ലബിൻ്റെ നേതൃത്വത്തിൽ നൃത്തശില്പവും അരങ്ങേറി. പാനൂർ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഒദയോത്ത് രാജീവ്, KM ഉണ്ണി, MK രാജീവൻ, V ദിലീപ് കുമാർ, ബിന്ദു ആലക്കണ്ടി, KP പ്രഷീന, M ലജ്ന, TP ലിഷ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടുവത്തൂർ വെസ്റ്റ് UP സ്കൂളിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ PK സത്യാനന്ദൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മാതാപിതാക്കളും അതിനു മുമ്പുള്ള പ്രവിധാമാതാക്കന്മാരും എല്ലാവരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്റെ കുഞ്ഞു മക്കൾ എന്ത് വിചാരിക്കും? പറയാൻ പറ്റുമോ? പറഞ്ഞില്ല. നിങ്ങൾ ഇന്ന് ഓടിക്കളിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. ചിരിക്കാനും കളിക്കാനും പറയാനും എല്ലാം ചെയ്യാൻ ആകെ നിയമങ്ങളുമില്ല. ജീവിത സൗകര്യം കൊടുത്തിട്ടാണ് ഈ സ്വാതന്ത്ര്യം എന്ന്. മനുഷ്യന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത് ഇന്ത്യയിൽ എല്ലാവർക്കും ഉണ്ട്. അതുണ്ടാക്കി തന്നത് നമ്മുടെ കഴിഞ്ഞ 47 മുമ്പുള്ള എല്ലാ ഇന്ത്യക്കാർക്കും പങ്കുണ്ടെങ്കിലും ശ്രീമാൻ ബഹുമാന്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെപ്പെടുന്ന ഭൂരിപക്ഷം ഇന്ത്യക്കാരാണ്. PTA പ്രസിഡന്റ് സമദറക്കൽ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. NIA സെക്രട്ടറി T മുഹമ്മദ് അഷ്റഫ്, OSA സെക്രട്ടറി ഡോക്ടർ K അബൂബക്കർ, സബ് കമ്മിറ്റി കൺവീനർ K അബൂബക്കർ, മദർ PTA പ്രസിഡന്റ് നഫൈസ, സ്റ്റാഫ് സെക്രട്ടറി KM അബ്ദുള്ള, അനന്തനാരായണൻ, മുഹമ്മദ് നിഹാൽ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, KP അഷ്കർ എന്നിവർ സംസാരിച്ചു.
പാറാട് TPGM UP സ്കൂളിലും സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. തഹസിൽദാർ CP മണി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്കർ അലി, സ്കൂൾ മാനേജർ MK സന്തോഷ്, മുൻ പ്രധാനാധ്യാപകൻ K സനൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി K റിനീഷ്, SRG കൺവീനർ A രാജീവൻ, PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക P ബിന്ദു സ്വാഗതം പറഞ്ഞു. വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഓരോ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ വേണ്ടി അവർ തയ്യാറായിട്ടുള്ളത്. വളരെ ശ്ലാഘനീയമായ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ അവസരത്തിൽ നമുക്ക് അവരെ ഏറെക്കുറെ അഭിനന്ദിക്കാനുണ്ട്. ഇതുപോലെ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കൾ ഇനിയും എത്തിച്ചേരട്ടെ എന്നാണ് ഈ അവസരം